ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകളാണോ? 10 സബ്ബിൽ 100 സബ്ബിൽ താഴെയുള്ളവരാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയും പോയി കെഞ്ചേണ്ട ആവശ്യമില്ല. കാരണം ആ കെഞ്ചി ഒരു സ്ഥലത്തുനിന്ന് ബണ്ടിലായിട്ട് വാങ്ങുന്ന സബ്ബ് ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് അത് സ്പാം ആയില്ലെങ്കിലേ ഉള്ളൂ. പക്ഷേ ഈ സബ് ചെയ്യുന്നവർ നിങ്ങളുടെ വീഡിയോസ് ഒരാഴ്ചയെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ സബ്ബെല്ലാം ഒരു കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ, ചിലപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ കഴിയുമ്പോൾ അതങ്ങ് ബണ്ടിലായിട്ട് സ്പാം ആകും. അല്ലാതെ എങ്ങനെയാണ് 50-60 സബ്ബൊക്കെ പോവുക? അതിൻ്റെ കാര്യം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ചാനൽ നടത്തുന്നവരാണെങ്കിലും 2 ടൈപ്പ് ആളുകളുണ്ട്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവർ വീഡിയോ വൈറലാക്കി അല്ലെങ്കിൽ ഷോർട്സ് വൈറലാക്കി മോണിറ്റൈസേഷനായി അതേ രീതി കണ്ടിന്യൂ ചെയ്ത് നല്ല അടിപൊളിയായി വരുമാനം കണ്ടെത്തുന്നവരാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവാൻ ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു, ലൈവ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ മാക്സിമം ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം ഡോളറുകൾ കയറുന്നുണ്ട്. എങ്കിൽ പോലും വളരെ കുറവാണ്. എന്നാലും സമാധാനം അത്രയെങ്കിലും കയറുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈവിൽ വന്ന് 2-3 പേര് വഴക്കിട്ട് പോയിട്ടുണ്ട്. വെറും 1-2 സബിൻ്റെ പേരിൽ വഴക്കിട്ട് പോയവർക്ക് അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ വീഡിയോ എന്ന് വെച്ചോ. എന്താണെന്ന് വെച്ചാൽ 1-2 സബിലല്ല വലിയ കാര്യം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 1K സബ്ബും ആക്കി തന്നിരിക്കും. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഈ 1K സബ്ബ് കൊണ്ട് നിങ്ങൾക്ക് അത് അവിടെ സമാധാനമായിട്ടിരുന്നു വെപ്രാളം പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് 1Kക്ക് മുകളിൽ സബ്ബ് ഉണ്ടാകും, എന്തായാലും ഉണ്ടാകും. നിങ്ങൾ ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആവുകയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനവും ഉണ്ടാവും. കാരണം മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് പരസ്യം വരുന്നുണ്ട്. അത് യൂട്യൂബിനാണ് അതിൻ്റെ പ്രയോജനം ഉള്ളത്. അങ്ങനെ വീഡിയോസിലും ഷോർട്സിലൊക്കെ ഇതൊക്കെ ഇട്ട് അവർക്കും കൂടി പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിനൊരു ഗ്രോത്ത് യൂട്യൂബ് തരികയുള്ളൂ. അല്ലാതെ നിസ്സാരമായിട്ടുള്ള പരിപാടി നടക്കത്തില്ല. യൂട്യൂബിന് പ്രയോജനം ഉണ്ടെങ്കിൽ നമുക്കും ഇതോടെ. അല്ലാതെ എവിടെയെങ്കിലും ഒരിടത്ത് പോയിരുന്ന് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നുണ്ട് ഇങ്ങനെ ഒരിടത്തുനിന്നേ നിങ്ങളിങ്ങനെ വാങ്ങിച്ച് സബ് കൂട്ടുക എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നത്, അത് ഒരിക്കലും അതൊരു അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. 1K സബ് കൊണ്ട് ഒന്നും ആവുന്നില്ല. 1K സബ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചോ. എന്നാൽ പിന്നെ എല്ലാവർക്കും ഈ കിടന്ന് കെഞ്ചേണ്ട കാര്യമില്ലല്ലോ, പൈസ കൊടുത്ത് വാങ്ങിച്ചു വെക്കാമല്ലോ. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പൈസ കൊടുത്ത് സബ് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. ചാനലിന് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. പിന്നെ ബാക്കി നമ്മുടെ ലെക്കിൻ്റെ കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. കുറച്ചെങ്കിലൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് അത്യാവശ്യം ഡോളറും കയറും. തീരെ ഇല്ലാതെയൊന്നുമില്ല. പിന്നെ പോളിസി എല്ലാ ദിവസവും മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചൊക്കെ പോവുക മുന്നോട്ട്. തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. എല്ലാവരും വിജയിക്കട്ടെ. അപ്പോൾ ഈ 1-2 സബിൻ്റെ പേരിൽ അടിയും വെച്ച് വഴക്കിട്ട് എൻ്റെ ലൈവിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതുകൊണ്ടാണ് നിസ്സാരമായിട്ട് ഈസി പണിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് 100 രൂപ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. കഷ്ടപ്പെടാതെ പ്രയോജനമേ ഇല്ല, ആവശ്യമില്ല. ഇത് പിൻ ചെയ്ത് സബ് വാങ്ങുന്നതിനല്ല പറയുന്നത്. അത് സ്പാം അടിക്കുകയും ഇല്ലാതിരിക്കുകയും ചെയ്യട്ടെ. പക്ഷെ നമ്മുടെ ഇതിൽ ആക്ഷേപിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. അത് ഒരു സബ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇത്തിരി പാടുണ്ട്, ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെ ആവണം. അതിന് ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ലൈവ് കൊണ്ട് മാത്രം ഇരുന്നിട്ട് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് ഡോളർ പോലും കയറത്തില്ല. അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കറൊക്കെ കിട്ടണം. അതിൻ്റെ കഥകളൊക്കെ പ്രത്യേകിച്ച് അറിയാമല്ലോ. എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഈ 1K സബ് എന്ന ക്രൈറ്റീരിയ അതും കംപ്ലീറ്റ് ആക്കി 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആക്കി എടുത്തൊന്നിരിക്കട്ടെ. അതുകൊണ്ട് അത്രയും എത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയാവുന്ന ഈ ഒരു യാത്രയിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ ആക്റ്റീവായിട്ട് തുടർന്നിരിക്കണം. അല്ലെങ്കിൽ ഡൗൺ ആണ്. ആ ഒരു സബ് കൊണ്ടോ 1K സബ് അല്ല 10K സബ് ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ, 10K സബ്ബായെങ്കിലും ഇരിക്കട്ടെ, ഒരു പ്രയോജനം ഉണ്ടാവില്ല. പിന്നെ ഈ വീഡിയോസ് ഇടുമ്പോൾ മാക്സിമം വയലേഷൻ വീഡിയോസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മോണി ആവുന്ന സമയത്തുണ്ടല്ലോ ഡോളേഴ്സ് കയറുന്നത് നിരങ്ങിയായിരിക്കും, ഒട്ടീരെ ഹൈപ്പ് കിട്ടത്തില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അത് മോണിറ്റൈസേഷൻ ആയവർക്കറിയാം. യെല്ലോ ഡോളേഴ്സ് നിങ്ങളുടെ ചാനലിൽ എത്ര യെല്ലോ ഡോളേഴ്സ് വന്നിട്ടുണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് ഡോളർ കയറുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി.